Hello, welcome back to Learnino. So, നമ്മുടെ പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സ് എക്സാമിന്റെ സിലബസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സിലബസ് ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ ഇതൊക്കെ പഠിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് നമ്മുടെ ലേണിനോയിലുള്ള പോളി ലെക്ചറിന്റെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാനൊന്ന് പറയാം. നമുക്ക് ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. വിത്ത് ഫ്രീ ബുക്ക് ബണ്ടിലാണ് വരുന്നത്. 8 സെറ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തരും. പിന്നെ നമുക്ക് ഇതിനകത്ത് റെക്കോർഡഡ് ലെക്ചേഴ്സ് ആൻഡ് MCQ സിലബസ് ബേസ്ഡ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ PYQ ക്ലാസ്സസ് ഉണ്ടാവും, ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതേപോലെ തന്നെ പേഴ്സണൽ മെന്ററിങ്ങോട് കൂടിയാണ് നമുക്ക് ക്ലാസ് വരുന്നത്. ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഡൗട്ട് ക്ലിയറിങ്ങിനുള്ളതും സ്റ്റഡി ഗോളിനുള്ള 2 സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പും വരും. ഓക്കെ, സോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ എത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ജൂൺ 2 മുതൽ തന്നെ നമ്മുടെ ഡെയിലി സ്റ്റഡി ഗോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് സിലബസ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 6 മോഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പോൾ ഓരോ മോഡ്യൂളിനും വെയിറ്റേജ് ഡിഫറെന്റ് ആണ്. അപ്പോൾ മോഡ്യൂൾ വൈസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതായത് നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മുടെ മുന്നത്തെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബേസിക്സിന് ഉള്ള ഈ ഇലക്ട്രോണിക്സിന്റെ ഭാഗം മാത്രമാണ് ഇപ്പോഴത്തെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് വിത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്. അപ്പൊ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസിന് ജസ്റ്റ് റിവ്യൂ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ LED ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് വർക്കിംഗ് ആപ്ലിക്കേഷൻ, CFL ലൈറ്റിംഗുമായിട്ടുള്ള കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പൊ അതിന്റെ ഡയഗ്രാം, എക്സ്പ്ലനേഷൻ, പിന്നെ പവർ സപ്ലൈ. ദെൻ 7805 സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ SMPS, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, SMDs, പിന്നെ പ്രിക്വേഷൻ ഇൻ ഹാൻഡ്ലിംഗ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചിൽ ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് സ്വിച്ചസ് വരുന്നുണ്ട്. സ്വിച്ചസിന്റെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. പ്രോക്സിമിറ്റി സ്വിച്ച്, റിലേ. ദെൻ മൈക്രോ കൺട്രോളർ. അപ്പോൾ നമുക്ക് 8051 മൈക്രോ കൺട്രോളർ, 8-bit മൈക്രോ കൺട്രോളർ, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് വരുന്നത്. ദെൻ CDMA, GSM, 2G 3G ടെക്നോളജീസിന്റെ ഒരു കമ്പാരിസൺ, ഇൻവെർട്ടർ, UPS, പിന്നെ ഹെൽത്ത് ഹസാർഡ്സ് ഓഫ് വേസ്റ്റ്. ഇത്രയാണ് വരുന്നത്. 12 മാർക്കാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് മോഡ്യൂൾ. സെക്കൻഡ് മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് PN ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, JFET, MOSFET, റെക്ടിഫയേഴ്സ്, ഫിൽട്ടർ, ദെൻ ട്രാൻസിസ്റ്ററിന്റെ ഫസ്റ്റ് അതിന്റെ കോൺഫിഗറേഷൻ, പിന്നെ ബയസിംഗ് മെത്തേഡ്. അതിന് മുന്നേ പവർ ആംപ്ലിഫയറിന് കൊടുത്തിട്ടുണ്ട്. പവർ ആംപ്ലിഫയർ നമുക്ക് ആംപ്ലിഫയറിന്റെ സെഷനിൽ പഠിക്കാം. ദെൻ അതിന്റെ ബയസിംഗ് മെത്തേഡ്സ്, അതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, പിന്നെ ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് അതിന്റെ കപ്ലിംഗ് മെത്തേഡ്സ്, ദെൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, ട്യൂൺഡ് ആംപ്ലിഫയർ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ദെൻ FET ആംപ്ലിഫയർ, ദെൻ പവർ ആംപ്ലിഫയർ, ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. അതിൽ നമുക്ക് ഫീഡ്ബാക്കിന്റെ എഫക്ട്, ദെൻ ഓസിലേറ്റേഴ്സ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ബാർക്കോസിൻ ക്രൈറ്റീരിയ, ദെൻ RC ഓസിലേറ്റേഴ്സ്, LC ഓസിലേറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റർ, എസ്റ്റേബിള്, ബൈസ്റ്റേബിള്, മോണോസ്റ്റേബിള്, ട്രിഗറിംഗ് മെത്തേഡ്, ഷ്മിറ്റ് ട്രിഗർ. ഇത്രയാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ. വളരെ അധികം ലെങ്തി ആയിട്ടുള്ള ഒരു മോഡ്യൂൾ തന്നെയാണ്. 20 മാർക്ക് വെയിറ്റേജും വരുന്നുണ്ട്. ഒരു പോർഷനും മിസ് ചെയ്യാതെ നമുക്ക് പഠിക്കണം. മാക്സിമം നമ്പർ ഓഫ് MCQs ചെയ്ത് പഠിക്കുക. കാരണം നമ്മൾ എത്ര ചോദ്യങ്ങൾ പഠിക്കുന്നു അത്രയും തന്നെ നമ്മൾ ടെസ്റ്റും ചെയ്യും. അപ്പൊ നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഒരു ചോദ്യം കാണുമ്പോഴും ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കോഴ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി തേർഡ് മോഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ LICയും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അഗെയിൻ 20 മാർക്ക് വെയിറ്റേജ് വരുന്ന മോഡ്യൂളാണ്. ഇവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ അനാലിസിസ്, പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒപ്പാമ്പിലേക്ക് കിടക്കുകയാണ്. ഒപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ അതിൽ ഇൻവെർട്ടർ, നോൺ ഇൻവെർട്ടർ ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, സബ്ട്രാക്ടർ, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ, പ്രിസിഷൻ റെക്ടിഫയർ. പിന്നെ നോൺ ലീനിയർ ഒപ്പാമ്പ് സർക്യൂട്ട്സിൽ വരുമ്പോൾ ലോഗ്, ആന്റി ലോഗ്, ഷ്മിറ്റ് ട്രിഗർ, കമ്പറേറ്റർ, സ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ഫിൽട്ടേഴ്സ്, ദെൻ ബട്ടർവർത്ത് ചെബിഷെവ് ഫിൽട്ടർ വരുന്നുണ്ട്. പിന്നെ വേവ് ജനറേറ്റേഴ്സ്, ട്രയാങ്കുലർ, സോട്ടൂത്ത്. അതിനുശേഷം പിന്നെ ഓസിലേറ്റർ, അത് നമുക്ക് ഒപ്പാമ്പ് വെച്ചിട്ടുള്ളത് 555 വെച്ചിട്ട് അതിന്റെ ആപ്ലിക്കേഷനും അത് വെച്ചിട്ടുള്ള അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ ഓപ്പറേഷൻ, VCO, PLL. അങ്ങനെ LIC എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. ഇന്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റർ യൂസിങ് പാസീവ് ഡിവൈസസും, പിന്നെ V2I, I2V കൺവേർട്ടർ, അതിന്റെയൊക്കെ അനാലിസിസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് തേർഡ് മോഡ്യൂൾ. അഗെയിൻ 20 മാർക്ക്. ഫോർത്ത് മോഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസസ്സറും ഒക്കെയാണ് വരുന്നത്.
അപ്പം ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ സിസ്റ്റം, അതേപോലെ ബൈനറി കോഡ്സ്, അതിനുശേഷം ബൂലിയൻ ആൾജിബ്ര, ദെൻ കോമ്പിനേഷണൽ സർക്യൂട്ട്സും സീക്വൻഷ്യൽ സർക്യൂട്ട്സും എല്ലാം വരുന്നുണ്ട്. അതിലൊരു പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ്, കൗണ്ടർ, ആഡേഴ്സ്, മക്സ്, ഡിമക്സ്, എൻകോഡർ അതെല്ലാം വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് ഷിഫ്റ്റ് രജിസ്റ്റർ, ദെൻ മെമ്മറി ഓർഗനൈസേഷൻ, മെമ്മറിയുടെ റാം, റോം, അതേപോലെ തന്നെ ഇപ്രോം, ഇപ്രോം അതെല്ലാം വരുന്നുണ്ട്. പിന്നെ ലോജിക് ഫാമിലി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ADC, DAC അതിലുള്ള എല്ലാ ടൈപ്സും പഠിക്കാനുണ്ട്. മൈക്രോ പ്രോസസർ പഠിക്കാനുണ്ട്. 8051 മൈക്രോ കൺട്രോളർ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ അതിന്റെ കുറെ ഇന്റർഫേസിങ്ങും എല്ലാം പഠിക്കാനുണ്ട്. അതാണ് ഈ മോഡ്യൂൾ വരുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് 18 മാർക്സിന് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് പേരാണെങ്കിലും അതിൽ കുറേ അധികം സബ്ജക്ട്സ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡ്യൂൾ വരുന്നത്. അതായത് നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ കുറച്ച് ബേസിക്സ് പഠിക്കാനുണ്ട്. എലിമെന്ററി സിഗ്നൽസും LTI സിസ്റ്റം ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ITC എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് അതിൽ നിന്നുള്ള കുറച്ച് പോർഷൻസ് ആണ് നമുക്ക് പിന്നെ വരുന്നത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷന് കുറച്ച് ബേസിക്സ്, അതിൽ ഗ്രൗണ്ട് വേവ്, സ്കൈ സ്പേസ് വേവ്, അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ അതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ DSP യിൽ നമുക്ക് അതിൽ വരുന്ന ആദ്യത്തെ മോഡ്യൂളുകളിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ, അതായത് DIT, DIF, FFT, SFG അത്രയും കാര്യങ്ങൾ DSP എന്നും പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ആന്റിനയിൽ ടൈപ്സ് ഓഫ് ആന്റിന, അതായത് കുറേ സബ്ജക്ട്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന് പേരുണ്ടെങ്കിലും സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ആന്റിന, അതേപോലെ തന്നെ DSP ഇതൊക്കെ നമ്മൾ വേറെ വേറെ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നല്ലേ. അപ്പൊ അതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് കൂടാതെ ടെലിവിഷൻ ട്രാൻസ്മിഷൻ, അതിൽ ഇന്റർലേസ്ഡ് സ്കാനിങ്, കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽസ്, ഓഡിയോ മോഡുലേഷൻ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് NTSC കളർ TV സിസ്റ്റത്തിന്റെ ടോപ്പിക്സ് വരുന്നുണ്ട്. HDTV, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്, മൾട്ടിപ്ലക്സിങ്, അതേപോലെ മൈക്രോവേവ് ഡിവൈസസ്, റഡാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം നമ്മൾ ബിടെക്കിന് പഠിച്ച കുറേ സബ്ജക്റ്റുകളിലെ കുറച്ച് പോർഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു മോഡ്യൂൾ വരുന്നുണ്ട്. ഇതും വാസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ പവർ ഇലക്ട്രോണിക്, ഒപ്റ്റോ ഇലക്ട്രോണിക്, PLC ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സ് ആണ്. അതിൽ നമുക്ക് പവർ ഇലക്ട്രോണിക് കമ്പോണൻസ്, ACR, UJT, ട്രയാക്ക്, ഡയാക്ക്, SCS, IGBT, പിന്നെ ഇൻവെർട്ടർ, കൺവെർട്ടർ, ചോപ്പർ, SMPS, റെഗുലേറ്റേഴ്സ്, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള LDR, ഒപ്റ്റോ കപ്ലർ, ലേസർ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഫോട്ടോ ഡയോഡ് അതെല്ലാം വരുന്നുണ്ട്. മെഷറിംഗ് എക്യുപ്മെന്റ്സിൽ മൾട്ടിമീറ്റർ വരുന്നുണ്ട്. ദെൻ CRT, DSO, ലോജിക് പ്രോബ്സ്, ലോജിക് അനലൈസേഴ്സ് ഇതെല്ലാം കൂടെ അത് വെയിറ്റേജ് കുറവാണ്, 10 മാർക്കേ വരുന്നുള്ളൂ. അപ്പൊ ഇത്രയും ആണ് നമ്മുടെ സിലബസ് വരുന്നത്. നമുക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്യണം. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് സബ്ജക്ട്സ് ഒഴിവാക്കി കിട്ടിയെന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പോർഷൻസ് പഠിക്കേണ്ട ആ സമയം കൂടി നമുക്ക് നമ്മുടെ കോർ സബ്ജക്ട്സ് പഠിച്ച് സ്ട്രോങ് ആയി പഠിച്ച് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് പഠിക്കുക, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും. ലെർണിനോടൊപ്പം പഠിക്കാനായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലെർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ജൂൺ 2 മുന്നേ തന്നെ ജോയിൻ ചെയ്യുക. കൃത്യമായി സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് പഠിക്കാം. താങ്ക് യു.